പൊതുപ്രവർത്തകർ ആവേശം കൊണ്ട് പറയുന്നതെല്ലാം വാർത്തയാക്കി പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നവരാണ് മാധ്യമപ്രവർത്തകർ. പത്രം വായിക്കുന്നവർക്ക് ഇതെല്ലാം വായിക്കേണ്ടി വരും, ടെലിവിഷൻ കാണുന്നവർക്കും സഹിക്കേണ്ടി വരും. പക്ഷേ ഇതിനെല്ലാം അപ്പുറം എന്തും സഹിക്കാൻ കഴിവുള്ളവരാണ് എന്ന് മലയാളികൾ തെളിയിച്ചു. ഒരു സിനിമ കാണാൻ തിരുവനന്തപുരത്തു നിന്നെല്ലാം ബസ് പിടിച്ച് കൊച്ചിയിലും തൃശൂരുമെത്തി മലയാളി പടം കണ്ടു. സൂപ്പർ താരങ്ങളൊന്നുമില്ലാതെ വിജയിപ്പിച്ച ഒരു പടം. ആ പടം ആവേശത്തോടെ ചുരുക്കം ചില തിയേറ്ററുകളിൽ ഓടുകയാണ്. ഒരാവേശത്തിന്റെ കഥയാണ് അതും, കൃഷ്ണനും രാധയും. രാത്രി ശുഭരാത്രി, ഇനിയെന്നും ശിവരാത്രി. ഒരു സിനിമയുണ്ടാക്കിയ ആവേശത്തിന്റെ കഥയാണിനി. കവർ സ്റ്റോറിയുടെ വിലപ്പെട്ട സമയം ഇതിനുവേണ്ടി നീക്കിവെക്കുന്നത് എന്തിനാണ് എന്ന് ചില പ്രേക്ഷകർക്കെങ്കിലും തോന്നിയേക്കാം. മലയാള സിനിമാ ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട അധ്യായത്തിനു വേണ്ടിയാണ് ഈ സമയം. 1-2 ഗാനങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തതോടെ ആവേശഭരിതരായിരുന്നവരെ ഉത്സാഹത്തിന്റെ പടുകുഴിയിലെത്തിച്ച് കൃഷ്ണനും രാധയും തിയേറ്ററുകളിൽ. സൂപ്പർ ഫൈറ്റ്, പ്രണയ പരവശരാക്കുന്ന ഗാനങ്ങൾ, ഇടിവെട്ട് ഡയലോഗുകൾ, അഭിനയത്തിന്റെ മൂർത്തിമത് രൂപങ്ങൾ. രാഷ്ട്രീയം നല്ലതാണ്, പക്ഷെ നിന്നെപ്പോലുള്ള ചെറ്റകൾ അതിനെ മലിനമാക്കി. ചന്ദനത്തടിഞ്ഞു വെക്കുന്ന കഴുതയ്ക്ക് അതിന്റെ കനമേ അറിയൂ, ആ ചന്ദനത്തിന്റെ സുഗന്ധം അറിയില്ല. അതുകൊണ്ട് ഇവിടെ കാണാവുന്നല്ല, ഇവിടെ കണ്ടിരിക്കുന്നു പറ. പ്രദർശനം നടത്തില്ല എന്ന് തിയേറ്ററുകാരും വിതരണം ചെയ്യില്ല എന്ന് ഡിസ്ട്രിബ്യൂട്ടർമാരും പണം മുടക്കില്ല എന്ന് നിർമ്മാതാക്കളും വാശി പിടിക്കുന്ന മലയാള സിനിമാ രംഗത്ത് പുത്തൻ ഉണർവ് തന്നെ. സംഘടനയുണ്ടാക്കി വിലസുന്ന താരരാജാക്കന്മാരൊന്നും വേണ്ട, ബുദ്ധിജീവികൾ ചമയുന്ന സംവിധായകരും തിരക്കഥാകൃത്തുക്കളും വേണ്ട. ഇതാ ഒരൊറ്റയാൾ പട്ടാളം, ശ്രീമാൻ സന്തോഷ് പണ്ഡിറ്റ്. ക്യാമറ ഒഴിച്ച് സിനിമയുടെ സമസ്ത മേഖലയും ഞാൻ ഒറ്റയ്ക്കാണ് കൈകാര്യം ചെയ്തത്. ഇന്നേവരെ ഞാനൊരു സിനിമാ സെറ്റ് കണ്ടിട്ടില്ല. എന്നാൽ ഞാൻ ചെയ്ത ഗാനങ്ങൾ ഇതിനു മുമ്പ് ഇന്റർനെറ്റ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് സർവേ പ്രകാരം, ഞാൻ അവകാശപ്പെടുന്നതല്ല, ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന ഗാനങ്ങളായി മാറി. അതൊരു വശം. അതേസമയം ഇപ്പൊ തിയേറ്ററിൽ വന്നപ്പോഴാണ് യഥാർത്ഥത്തിലുള്ള, അതാണല്ലോ യഥാർത്ഥ റിസൾട്ട്. ഇന്റർനെറ്റിലൂടെ അല്ലല്ലോ നമ്മൾ സിനിമയുടെ കാര്യം കൂടുതലായിട്ട് പോകുന്നത്. അപ്പോൾ തിയേറ്ററിലും നല്ല റെസ്പോൺസാണ് ഉണ്ടാകുന്നത്. ഞാൻ പറയുന്നു, ഇത് മലയാള സിനിമ ടോട്ടൽ മാറിയിരിക്കുന്നു. മലയാള സിനിമയിൽ മാറ്റങ്ങൾ ആദ്യം ഒരു തുടക്കമിട്ട വ്യക്തി ഞാനാണെന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം മലയാള സിനിമയിൽ ഒരു പ്രതിസന്ധിയുമില്ല എന്നാണ് ഞാൻ തെളിയിക്കുന്നത്. നിന്നെ പോലുള്ള വിവരദോഷികളും അല്പന്മാരുമാണ് മലയാള സിനിമയുടെ യഥാർത്ഥ പ്രതിസന്ധി. ഒട്ടനേകം പേരുടെ ചോരയിലും കണ്ണീരിലും വിയർപ്പിലും കെട്ടിപ്പടുത്തതാണടാ സിനിമ. ഒരൊറ്റ സിനിമയിലൂടെ മലയാള സിനിമയുടെ വാഗ്ദാനം എന്ന് സ്വയം പ്രഖ്യാപിച്ച പ്രതിഭ. സന്തോഷിന്റെ സിനിമയുമായി സഹകരിച്ചവരിൽ അമ്മക്കാരോ ഫെഫ്കക്കാരോ മാറ്റക്കാരോ ഉണ്ടോ എന്നറിയില്ല. ഇവരൊന്നുമില്ലെങ്കിലും മലയാളത്തിൽ സിനിമയുണ്ടാകും എന്ന് തെളിഞ്ഞു. സ്വയം പ്രഖ്യാപിത മുഖ്യധാര ജനപ്രിയ സിനിമാക്കാർക്ക് ഉഗ്രൻ പാഠം. ലാൽ ജോസ്, അതേപോലെ ആഷിഖ് അബു എന്നിവർ ഈ സിനിമയ്ക്കെതിരെ ചില കാര്യങ്ങളൊക്കെ പറയണ്ടായി. അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ അവർ സിനിമ കണ്ടിരിക്കില്ല. ഒന്നുകിൽ അവർ സിനിമ കണ്ടിട്ടാണ് പറയുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ എന്നെ വിമർശിക്കാൻ അവർക്ക് യാതൊരു യോഗ്യതയുമില്ലെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കണം. കാരണം സിനിമയുടെ 18 ജോലികൾ ചെയ്ത ഞാൻ, എന്റെ 18-ൽ 1 മാത്രം ക്വാളിറ്റി ഉള്ള ഒരാൾ എന്നെ വിമർശിക്കുന്നതിൽ യാതൊരു യുക്തിയില്ല. മറ്റാർക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്തത്ര ഉയരത്തിൽ ഞാൻ എത്തിക്കഴിഞ്ഞു എന്നതിന്റെ തെളിവായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. സത്യത്തിൽ ഒരു അംഗീകാരമല്ലേ ആ കല്ലേറ്. സിനിമയിൽ കഥയില്ല, അഭിനയമില്ല, നായകന് സൗന്ദര്യമില്ല, വിഡ്ഢിത്തമാണ്, വട്ടാണ്. അങ്ങനെ പോകുന്നു പറയാൻ കൊള്ളാവുന്ന വിമർശനങ്ങൾ. സത്യം പറയാമല്ലോ, ഈ സിനിമ കവർ സ്റ്റോറി കണ്ടിട്ടില്ല. കണ്ടത് ട്രെയിലറും കമന്റുകളും, പിന്നെ തിയേറ്ററുകളിലെ തിരക്കും. നിർമ്മാതാവിന് ലാഭം കിട്ടും എന്നുറപ്പ്, പടം വിജയിച്ചു. അതുപോലും ഉറപ്പുവരുത്താൻ കഴിയാതെ സിനിമയെയും അഭിനയത്തെയും പറ്റി വാ തോരാതെ പറയുന്നവർ ഇതും കാണണം. പിന്നെ പ്രേക്ഷകരുടെ കാര്യം, നമ്മൾ എന്തെല്ലാം ഗീർവാണങ്ങൾ സഹിച്ചിരിക്കുന്നു, എന്തെല്ലാം വാക്വൈറ്റുകൾ കേട്ടിരിക്കുന്നു, സിനിമയെന്ന പേരിൽ എന്തെല്ലാം കോപ്രായങ്ങൾ കാണുന്നു. ഇത് അക്കൂട്ടത്തിൽ ഒന്നു മാത്രം. ഒരാവേശത്തിലെടുത്ത സിനിമയല്ല ഇതെന്ന് സന്തോഷ് പണ്ഡിറ്റ് പറയും. ഒരു സിനിമ സെറ്റ് പോലും കണ്ടിട്ടില്ല, എങ്കിലെന്താ, സിനിമയുണ്ടായില്ലേ? ഒരു പട്ടിക്ക് അതിന്റെ വാല് കൊണ്ട് നാണം മറയ്ക്കാനാകില്ല. നീ വലിയവനാകാം എന്ന് കരുതി ഞാൻ ചെറിയവനാണെന്നുള്ള അർത്ഥമില്ല. ജീവിതത്തിൽ ഒരുത്തർ ആദ്യമായിട്ടാണ് എന്റെ മേൽ കൈവെക്കുന്നത്. നിന്നെ ഞാൻ കരയിക്കും. ഒരു കോഴിയുടെ നിറം കറുപ്പാണെന്ന് കരുതി അതിടുന്ന മുട്ടയുടെ നിറം കറുപ്പാണെന്ന് തെറ്റിദ്ധരിക്കരുത്. സിനിമയെടുക്കാൻ വിവരം വേണം എന്നൊന്നും ആരും വാശി പിടിക്കരുത്. ഇതൊക്കെ ആർക്കും പറ്റും. സിനിമ ജനകീയമാകട്ടെ.
ആർക്കും എപ്പോൾ ആവേശം വന്നാലും എടുക്കാവുന്ന ഒന്നാണ് സിനിമ എന്നും തെളിഞ്ഞു. ആർക്കും നായകനാകാം, ആർക്കും പാട്ടെഴുതാം, സംഗീതം നൽകാം, പാടാം. പ്രേക്ഷകർക്ക് അക്കാര്യത്തിലൊന്നും ഒരു വാശിയുമില്ല എന്നും തെളിഞ്ഞു. അതുകൊണ്ട് ഈ സിനിമയെ ചരിത്രത്തിൽ ആവേശത്തോടെ രേഖപ്പെടുത്തണം. മലയാള സിനിമയെ ഇനി രണ്ടായി പകുക്കാം. BS എന്നും AS എന്നും. എന്നുവെച്ചാൽ ബിഫോർ സന്തോഷും ആഫ്റ്റർ സന്തോഷും. അതല്ലെങ്കിൽ ആവേശത്തിനു മുമ്പും പിമ്പും എന്നാകട്ടെ. തുടങ്ങിയോ? ഓക്കെ, എന്നാ ഒരു ടേക്കൊക്കെ പറയടാ, ആക്ഷനൊക്കെ പറയാം, അപ്പോഴൊരു സുഖമുള്ളൂ.